ടോപ്പിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ള നൈറ്റി മെറ്റീരിയലാണ് കേട്ടോ. ഇത് ഒരു മീറ്ററല്ല 3 മീറ്ററിന് ഏകദേശം 175. നൈറ്റി മെറ്റീരിയൽ ഏകദേശം 290 3 മീറ്ററിൻ്റെ അടുത്താണ് വരുന്നത്. 175 കേട്ടോ വരുന്നത് ഈ ഒരു ഫുൾ സെറ്റിന്. പിന്നെ ഇത് നമ്മുടെ ലൈനിങ് വരുന്നത്. ലൈനിങ് 1/2 മീറ്റർ മതിയാവും. ഇത് ഞാൻ പിന്നെ എനിക്കും മോൾക്കും ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ എടുത്തതാണ് കേട്ടോ. ലൈനിങ് ഏകദേശം 1.5 എടുത്തിന്, കുഞ്ഞിക്കാരെയും എനിക്ക് 1 അങ്ങനെയാണ് എടുത്തത് കേട്ടോ. ഞാനിത് ആദ്യം നമ്മുടെ ലൈനിങ് ഇതുപോലെ ഒന്ന് അയൺ ചെയ്തിട്ടൊന്ന് മടക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. ആദ്യം ഞാൻ ലെങ്ത്ത് മാർക്ക് ചെയ്യുന്നുണ്ട്. ലെങ്ത്ത് എനിക്ക് 12 ആണ് കേട്ടോ ലെങ്ത്ത് വേണ്ടി. തയ്യൽ തുമ്പ് അടക്കം ഒരു 13.5 മാർക്ക് ചെയ്യുന്നുണ്ട്. 13.5 നമുക്ക് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതാ ഇവിടെ ഒരു സ്ട്രെയിറ്റായിട്ട് ഒരു ലൈൻ കൊടുക്കുക. ഞാനിപ്പോൾ ഫ്രണ്ട് വശം മാത്രമേ മാർക്ക് ചെയ്തില്ല, ബാക്ക് വശം മാർക്ക് ചെയ്തില്ല കേട്ടോ. ഫ്രണ്ടിൻ്റെ മാത്രമാണ് അളവെടുക്കുന്നത്. നമുക്ക് ഷോൾഡർ ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് 5 ഇഞ്ചാണ് കേട്ടോ. 5 ഇഞ്ച് ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കാം. അത് നമ്മുടെ ആം ഹോൾ 4.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് ലൈൻ കൊടുക്കുക. നമ്മൾ ചെസ്റ്റ് അളവ് മാർക്ക് ചെയ്യുന്നത് 6 ഇഞ്ചാണ്. തയ്യത്തുമ്പിന് 1.5 ഇഞ്ചും കൂടി മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ കൊടുക്കാം. നമ്മുടെ വേസ്റ്റ് അളവ് എടുക്കുന്നത് 5.5 ഇഞ്ചാണ് കേട്ടോ. 5.5 ഇഞ്ച് മാർക്ക് ചെയ്യാം. പിന്നെ തയ്യൽ തുമ്പിന് 1.5 ഇഞ്ചും കൂടി നമുക്ക് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഒരു ലൈൻ നമുക്ക് ആ മുകളിൽ നിന്ന് താഴത്തേക്കും ഇതുപോലെ കൊടുക്കാം കേട്ടോ. ഇതുപോലെ കൊടുത്തതിന് ശേഷം നമുക്കില്ല ഇതുപോലെ ആം ഹോൾ നോർമലായിട്ട് ഇതുപോലെ ഒന്നിങ്ങനെ കുഴിച്ച് വരച്ചു കൊടുക്കാം. അടുത്ത നെക്കിൻ്റെ ഇറക്കം, നെക്കിൻ്റെ ഇതൊക്കെ നോക്കാം. നെക്കിൻ്റെ അകലം ഞാൻ എടുക്കുന്നത് 1.25 കേട്ടോ. നെക്കിൻ്റെ അകലം 2 ഇഞ്ച് തന്നെ എടുക്കുന്നുണ്ട്. 2 ഇഞ്ച് എടുക്കുക. നെക്കിൻ്റെ ഇറക്കം എനിക്ക് വേണ്ടത് 4 ഇഞ്ചാണ് കേട്ടോ ഫ്രണ്ടിലേക്ക്. ഇത് നമുക്കൊരു ബോക്സ് ആക്കിയിട്ട് വരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ നെക്കൊക്കെ ഇങ്ങനെയല്ല കട്ട് ചെയ്യുന്നത്, വേറെ രീതിക്കാണ് കട്ട് ചെയ്യുന്നത്. ഞാൻ ജസ്റ്റ് ഒന്നിങ്ങനെ കാണിച്ചു തരുന്നേ ഉള്ളൂ കേട്ടോ. ഇതുപോലെ വരക്കാം. അതിന് ശേഷം നമുക്ക് നമ്മുടെ നെക്ക് നോർമലായിട്ട് വരുന്ന നെക്ക് നോക്കാം കേട്ടോ. നോർമലായിട്ട് വരുന്ന നെക്ക് ഇതാ ഈ ഒരു ഷേപ്പിലാണ് നമ്മുടെ നോർമലായിട്ടുള്ള നെക്ക് വരുന്നത്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഇതിൻ്റെ സെൻറ്റർ ഒന്ന് നോക്കാം. സെൻറ്റർ മുമ്പ് ഇവിടുന്ന് താഴത്തേക്ക് ഒരു 2.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. 2.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇവിടുന്ന് ഇങ്ങോട്ട് സ്ട്രെയിറ്റ് ലൈൻ കൊടുക്കാം. സ്ട്രെയിറ്റ് ലൈൻ കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ സെൻറ്റർ 3.5യുടെ സെൻറ്റർ പറയുമ്പോൾ 1.5 ആണ് കേട്ടോ. 1.5 മാർക്ക് ചെയ്യാം. 1.5 മാർക്ക് ചെയ്തെടുക്കുന്നു. ഈ വശത്തേക്ക് 1/2 ഇഞ്ചും ഈ വശത്തേക്ക് 1/2 ഇഞ്ചും മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ആ 1/2 ഇഞ്ചിൽ നിന്ന് നമുക്ക് നമ്മുടെ ആം ഹോളിലേക്ക് ഇതുപോലെ കൊടുക്കുക. അതുപോലെ ഇവിടുന്ന് നെക്കിലേക്ക് നമുക്കിതുപോലെ വൈഡായിട്ട് വരാൻ ഇങ്ങനെ ഇതുപോലെ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയും അളവുകളാണെന്നുള്ളത്. അപ്പം നമ്മൾ ഇത് കട്ട് ചെയ്യുന്നതിന് മുമ്പേ നമുക്ക് ബാക്ക് വശം കട്ട് ചെയ്യാനുണ്ടല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ നോർമലായിട്ടുള്ള ആ ഒരു അളവിൽ കൂടി കട്ട് ചെയ്തെടുക്കണം. അതിന് ശേഷം നമ്മുടെ ബാക്ക് വശം മാറ്റി ബാക്ക് വശം കട്ട് ചെയ്തതിന് ശേഷം വേണം നമ്മൾ ഈ ഫ്രണ്ടിലത്തെ ബാക്കിയൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ ആദ്യം കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മുടെ ബാക്ക് വശം എടുക്കാം. ബാക്ക് വശം നമുക്കിത് ഇതുപോലെ ഒന്നിങ്ങനെ വെച്ച് കൊടുക്കാം. ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം ഒരു 1/2 ഇഞ്ച് എക്സ്ട്രാ എടുക്കണം കേട്ടോ. നമുക്ക് നമ്മുടെ ബാക്കിൽ ബട്ടൺസ് വരുമ്പോൾ കുറച്ച് തയ്യൽ തുമ്പും കാര്യങ്ങളൊക്കെ വേണം. അപ്പോൾ ഒരു 1/2 ഇഞ്ച് അധികം നമ്മൾ ഇവിടെ എടുക്കണം കേട്ടോ. 1/2 ഇഞ്ച് അധികം ഇതുപോലെ വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ബാക്കിയൊക്കെ ഇതേ ഒരളവിൽ തന്നെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ബാക്ക് വശം ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഒരു 1/2 ഇഞ്ച് വിട്ട് കട്ട് ചെയ്തും നമുക്ക് ഇത് ഫ്രണ്ട് ബാക്ക് ശരിക്കും ഒരുപോലെ തന്നെയാണ് കേട്ടോ ചെയ്യേണ്ടത്. പക്ഷേ ബാക്കിലൊരു 1/2 ഇഞ്ച് അധികം വേണ്ടോണ്ട് ഞാൻ ഈ ഒരു അളവിൽ ഇങ്ങനെ കാണിച്ചു എന്നേ ഉള്ളൂ കേട്ടോ. നമുക്ക് ബാക്കിൻ്റെ ഈ ഒരു അളവിൽ ഇതേ അളവിൽ ഇതുപോലെ ഫ്രണ്ടും ബാക്കും ഒന്നിച്ച് വെച്ചതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതേപോലെ തന്നെ നമുക്ക് നമ്മുടെ ആം ഹോളും ഒന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. അതിന് ശേഷം ഫ്രണ്ട് പീസ് മാറ്റി കൊടുക്കുക. എന്നിട്ട് ബാക്ക് പീസിന് നമുക്ക് ഓപ്പൺ കൊടുക്കണം കേട്ടോ. നമ്മൾ ആദ്യം ഫ്രണ്ട് പീസ് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ അറേഞ്ച് വെച്ച് ചെയ്താലും മതി. കുറച്ചും കൂടി എളുപ്പത്തിന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് അങ്ങനെ പറഞ്ഞു തന്നെന്നുള്ളൂ കേട്ടോ. സെക്കൻഡ് ഒന്ന് ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് നമ്മുടെ ഷോൾഡർ അടുക്കലെ വള്ളിക്കാണ് കേട്ടോ. ഏകദേശം 6 ഇഞ്ചോളം എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വീതി ഏകദേശം 2 ഇഞ്ചോളം എടുത്തിട്ടുണ്ട്. അതുപോലെ പിന്നെ കുറച്ച് വലിയൊരു ഇത് ഏകദേശം 2.5 ഇഞ്ച് വീതിക്കാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് ഫ്രിൽസ് ഇടാൻ വേണ്ടിയിട്ടാണ്. അത്യാവശ്യം കുറച്ച് ലെങ്ത്തിൽ എടുത്തിട്ടുണ്ട്. നമുക്ക് ഒരുപാട് ഫ്രിൽസ് വേണമെങ്കിൽ ഒരുപാട് ഇട്ട് കൊടുക്കാം. ഇതുപോലെ ഫ്രില്ലിടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഏകദേശം നമുക്ക് ഈ ഒരു ബാൻഡിന് തികയുന്ന രീതിക്കാണ് ഇത് വേണ്ടത് കേട്ടോ. ഇത് ഏകദേശം അതിൻ്റെ ഡബിളായിട്ടൊക്കെ എടുക്കുക. ഇതിപ്പോൾ ഞാൻ ഡബിളായിട്ടൊക്കെ എടുത്തിട്ടുണ്ട്.
അത്രയും എടുത്താൽ മതി. നമുക്കിനി നേരെ സ്റ്റിച്ചിങ്ങിലേക്ക് കിടക്കാം കേട്ടോ. ആദ്യം തന്നെ നമുക്ക് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മുടെ ഇതില്ലേ, ഇതിൻ്റെ ഒരറ്റം നമുക്കിതുപോലെ രണ്ടായിട്ടൊന്ന് മടക്കിയിട്ട് അടിച്ചു കൊടുക്കാം. എന്നിട്ട് ഒരു ഓപ്പോസിറ്റ് വശത്ത് നിന്ന് നമുക്ക് ചെറിയ ഫ്രിൽസ് ഇട്ട് കൊടുക്കണം. ചെറുതായിട്ടൊന്ന് ഫ്രില്ലിട്ടെടുക്കുക. അതേപോലെ ഈ ഒരു വശവും നമുക്കൊന്ന് അടിച്ചെടുക്കുക. ഈ ഒരു വശം രണ്ടായിട്ടൊന്ന് മടക്കി അടിച്ചു കൊടുക്കുക. ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. ഞാനിവിടെ നമ്മുടെ ആ ചെറിയൊരു ഷോൾട്ടിൻ്റെ എടുത്ത ചെറിയ ബാൻഡില്ല, ആ ബാൻഡിൻ്റെ ഒരു സൈഡ് ഇതുപോലെ മടക്കി അടിച്ചു കൊടുത്തിട്ടുണ്ട്. മറ്റേ വലിയ ഇതിൻ്റെ ഒരു സൈഡ് 2 മടക്കി അടിച്ചു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഈ ഒരറ്റം അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്കിത് നേരെ സെൻറ്റർ പിടിക്കാം കേട്ടോ. സെൻറ്റർ പിടിച്ചിട്ട് ഇതിൻ്റെ സെൻറ്ററിൽ ചെറിയൊരു നോച്ചിട്ട് കൊടുക്കുക. അതുപോലെ ഈ ഒരു വലിയതും ഇതുപോലെ പിടിക്കുക. സെൻറ്ററിൽ നിന്ന് ചെറിയൊരു നോച്ചിട്ട് കൊടുക്കുക. നോച്ചിട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് ഫുള്ളായിട്ട് വേണ്ട കേട്ടോ. നമുക്ക് ഈ സെൻറ്ററിൽ നോച്ചിട്ട് കൊടുത്തില്ലേ, അവിടുന്ന് ആ സെൻറ്ററിൽ നിന്ന് വെക്കുമ്പോളെ സെൻറ്ററിൽ നിന്ന് നമുക്ക് താഴത്തേക്ക് ഒരു 2.25 മാർക്ക് ചെയ്യാം കേട്ടോ. 2.25 അതുപോലെ തന്നെ ഓപ്പോസിറ്റ് വശത്തേക്ക് ഒരു 2.25 നമുക്ക് ചോക്ക് കൊണ്ട് മാർക്ക് ചെയ്യാം. അപ്പോൾ ഈ 2.25 മുതൽ ഈ 2.25 വരെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് ബാക്കി കുറച്ച് നമുക്ക് തയ്യൽ തുമ്പക്ക് ഇങ്ങനെ പോകാനുള്ളതാണ് കേട്ടോ. അപ്പോൾ അവിടുന്ന് ഇവിടം വരെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതടിച്ചു, നമ്മൾ ഫുള്ളായിട്ട് അടിച്ചെടുത്തു. അതിന് ശേഷം നമുക്കൊന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്യണം. പതിച്ച് സ്റ്റിച്ച് ചെയ്യുന്ന വെച്ചാൽ ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് ഈ പീസ് കറക്റ്റ് ചെയ്ത് ഇതുപോലെ വെച്ചിട്ടൊന്ന് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. നമുക്കിങ്ങനെ ബാക്ക് വശത്ത് വെച്ച് അടിച്ചാലും മതി. ഇതിൻ്റെ ചീത്ത വശത്ത് ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് ഇതിൻ്റെ അറ്റത്തെ കൂടി സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി കേട്ടോ. പിന്നെ നല്ല വശത്ത് വെച്ച് എടുക്കുക. എങ്ങനെ വേണമെങ്കിൽ അടിക്കുക. നിങ്ങൾ ഒരാളെ വിധത്തിന് അടിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ അത് നമ്മൾ മൊത്തത്തിൽ അടിച്ചിട്ടുണ്ട്. അതിന് ശേഷം ഇതുപോലെ വെക്കാം കേട്ടോ. ഇതുപോലെ ഈ ഒരു പീസ് ഇതുപോലെ ഇതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് നമുക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നല്ല വശത്തെ കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇവിടെ മടക്കിയത് കൊണ്ട് നമുക്കെന്താ ആദ്യം മടക്കി അടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതുപോലെ വെച്ചിട്ട് അടിച്ചു കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇത് അടിച്ചത് കുറച്ച് വളഞ്ഞിട്ടൊക്കെ ഉണ്ട്. ഇത് അടിച്ചതിന് ശേഷം ഈ ഒരു സ്റ്റിച്ച് പൊട്ടിച്ച് കളഞ്ഞാൽ മതി കേട്ടോ. എന്നിട്ട് നമുക്ക് 2 സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. അപ്പോൾ ആദ്യം ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കുക. കറക്റ്റായിട്ട് ഇതുപോലെ ഇത് കറക്റ്റായിട്ട് വെക്കണം കേട്ടോ. കറക്റ്റായിട്ട് വെച്ചിട്ട് ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമ്മൾ അടിച്ചിട്ട് നമ്മുടെ ഈ ഷോൾഡറിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടാണ്. അവിടെ എത്തിയ സമയത്ത് നമുക്ക് ഇത് ലൈനിങ് പീസ് ഇതുപോലെ നീക്കി കൊടുക്കുക. എന്നിട്ട് എന്താ ഈ ഒരു പീസ് ഇവിടെ വെച്ച് കൊടുക്കാം. ഇത് നല്ല വശം ചെയ്യുന്ന രീതിക്ക് വേണം വെക്കാൻ. അപ്പോൾ നമ്മൾ തിരിച്ചിടുന്ന സമയത്ത് കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. എന്നിട്ട് ഇത് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് ലൈനിങ് പീസ് ഇതുപോലെ വെക്കാം. എന്നിട്ട് നമുക്കൊരു സ്റ്റിച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ബാക്ക് പീസ് ചെയ്യാം കേട്ടോ. ബാക്ക് പീസ് ഇതുപോലെ അടിച്ചെടുക്കാം. എന്നിട്ട് ഇവിടെ എത്തുന്ന സമയത്ത് നമുക്ക് ഈ ഒരു നല്ല വശം ഒരു വെച്ച് വരുന്ന രീതിക്ക് വെച്ചിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലെ വെച്ച് കൊടുക്കാം കേട്ടോ. ഇതിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ഇത് വെച്ചിട്ട് ഇവിടം വരെ അടിച്ചെടുക്കുക. അതുപോലെ തന്നെ ഓപ്പോസിറ്റ് വശം വരുന്ന സമയത്തും ഇത് അതിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് അടിച്ചെടുത്താൽ മതി.
ഞാനിവിടെ 2 പീസ് എടുത്തിട്ടുണ്ട്. നമ്മുടെ ബാക്കിൽ കുടുക്ക വെക്കാൻ വേണ്ടിയിട്ടാണ്. ഒന്ന് 2.5 ഇഞ്ച് വീതിക്കും ഒന്ന് 3 ഇഞ്ച് വീതിക്കുമാണ് എടുത്തിട്ടുള്ളത്. നമ്മുടെ ആ 3 ഇഞ്ച് വീതിക്ക് വരുന്ന ആ ഒരു പീസിൻ്റെ അടിവശമല്ല സൈഡ് വശം ജസ്റ്റ് ഒരു മടക്കിയിട്ട് ഒന്ന് അടിച്ചു കൊടുക്കണം. ജസ്റ്റ് ഒരു മടക്കിയിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കണം. നമ്മുടെ ഈ 2.5 ഇഞ്ച് 3 ഇഞ്ച് വന്നേ 2.5 ഇഞ്ച് വീതിക്ക് എടുത്ത ആ ഒരു പീസില്ലേ, ആ ഒരു പീസാണ് നമ്മൾ കുടുക്ക് വശം വരുന്നത്. മറ്റേത് നമ്മുടെ കുടുക്കിടുന്ന മറ്റേ കുളത്ത് വരുന്ന ഭാഗമില്ലേ, ആ ഒരു വശമാണ് കേട്ടോ വരുന്നത്. അപ്പോൾ നമ്മുടെ ആ കുടുക്ക് വരുന്ന 2.5 ഇഞ്ച് വീതിക്കുള്ള തുണി നമുക്ക് ഇതുപോലെ കുറച്ച് മുകളിലോട്ട് അധികം വെക്കണം കേട്ടോ. അങ്ങനെ വരുന്ന രീതിക്ക് വെച്ചിട്ട് നമുക്കൊരു 4 ഇഞ്ച് വിട്ടിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. അതിന് ശേഷം ഒന്ന് പതിച്ചും കൂടി അടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇത് നമ്മുടെ ചീത്തവശത്തേക്ക് വെച്ച് കൊടുക്കുക. ചീത്തവശത്തേക്ക് വെച്ചിട്ട് ആ മുകളിൽ കാണുന്ന ഒരു പീസ് ഇതുപോലെ താഴത്തേക്ക് മടക്കി കൊടുക്കുക. അതിന് ശേഷം നമുക്ക് 2 മടക്കൊന്ന് മടക്കി കൊടുക്കുക. ഇതുപോലെ മടക്കുക. അതിനുശേഷം നമുക്ക് ആദ്യം ഒരു മടക്ക് ഇതുപോലെ മടക്കി കൊടുക്കുക. അതിനുശേഷം വീണ്ടും ഒരു മടക്കിൽ ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് ഇവിടുന്ന് ഇങ്ങനെ അടിക്കുക. ഇവിടുന്ന് താഴത്തോളം ഒന്ന് അടിച്ചിട്ട് വരാം. ഓപ്പോസിറ്റ് വശത്ത് നമ്മളൊരു സൈഡ് മടക്കി അടിച്ച ഭാഗം ഇതുപോലെ മുകളിൽ നല്ല വശം ഒരുമിച്ച് വരുന്ന രീതിക്ക് ഇതുപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് മുകളിൽ കുറച്ചധികം പീസ് വെച്ചതിന് ശേഷം നമുക്ക് ഒരു 4 ഇഞ്ച് വിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കാം. നമ്മൾ കുടുക്കിൻ്റെ കണ്ണി കെട്ടുന്ന വശം ഒരു സൈഡ് അടിച്ചില്ല. അതിന് ശേഷം മുകളിൽ ജസ്റ്റ് ഒരു മടക്കി കൊടുത്തിട്ട് ഒരു മടക്ക് മാത്രമേ മടക്കുള്ളൂ. കാരണം കുറച്ചൊരു മെറ്റീരിയൽ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന രീതിക്ക്, സാധാരണ നിങ്ങൾക്ക് അറിയാമല്ലോ എങ്ങനെയാണ് കുടുക്കും കണ്ണിയും കെട്ടുന്നത് വെക്കലെന്ന്. കുറച്ച് നേരം പുറത്തേക്ക് തള്ളി നിൽക്കുന്ന രീതിക്ക് ഇതുപോലെ വെച്ചിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലത്തെ ചെറിയൊരു ലൈനിങ്ങിൻ്റെ പീസായിട്ട് ഒരു സൈഡ് മടക്കി അടിച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതിൻ്റെ നല്ല വശത്ത് വെച്ചിട്ട് ഒരു 4 ഇഞ്ച് വിട്ടിട്ട് അടിക്കുക. എന്നിട്ട് പതിച്ചടിക്കുക. എന്നിട്ട് ഓപ്പോസിറ്റ് വശത്തേക്ക് വെച്ചിട്ട് തിരിച്ചിട്ടൊന്ന് അടിച്ചു കൊടുക്കുക. നമ്മൾ ഈ ചെറിയൊരു പീസിൽ വെക്കുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു കുടുക്കൊക്കെ വെക്കാൻ ചെറിയൊരു പീസ് എക്സ്ട്രാ വെച്ചിട്ട് അവിടെ കുറച്ചധികം തുണി ഇതുപോലെ വെക്കണം. അവിടെ എത്തുമ്പോൾ നമ്മൾ ഇത് ഉള്ളിലോട്ട് ഇങ്ങനെ മടക്കി കൊടുത്തിട്ടാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അതിനുശേഷം അളവും കാര്യങ്ങളൊക്കെ മാർക്ക് ചെയ്തിട്ട് സൈഡ് ജോയിൻ ചെയ്തെടുത്താൽ നമ്മുടെ ഈ ഒരു ബ്ലൗസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.